ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം എന്താ പറയുന്നത്, എനിക്ക് കമ്മ്യൂണിറ്റി ടാബ് കിട്ടിയായിരുന്നു കേട്ടോ. അത് യൂട്യൂബിൻ്റെ ഒരു അപ്ഡേഷൻ വന്നതുകൊണ്ടാണ്. പക്ഷെ നേരത്തെ ആണെങ്കിൽ 500 സബ്സ്ക്രൈബർ അങ്ങനെ വേണമായിരുന്നു. പക്ഷേ യൂട്യൂബിൻ്റെ ഒരു അപ്ഡേഷൻ വന്നതുകൊണ്ട് എനിക്ക് അത് ഇതായിട്ട് കിട്ടി, ഇപ്പം എനേബിളായി കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചെന്താ, നമ്മൾ ഇന്ന് അതായത് ദീപാവലി ദിവസം രാവിലെ അമ്പലത്തിൽ പോയിട്ട് എന്താ പറയുന്നത്, രാവിലെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്ന് ഫുള്ള് ഇതായിട്ടുള്ള കുറച്ച് വീഡിയോയും കാര്യങ്ങളും എന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കുന്നതും എല്ലാം കുറച്ച് സ്പെഷ്യലൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ രാവിലെ അമ്പലത്തിൽ പോകാൻ നോക്കിയപ്പോൾ ഭയങ്കര മഴയെന്ന് വെച്ചാൽ എന്തായിരുന്നു, ഒരു രക്ഷയില്ല, ഭയങ്കര മഴ. ഇവിടെ 2 വീലർ മാത്രമേ ഉള്ളൂ, 4 വീലറൊന്നുമില്ല. അപ്പം 2 വീലർ മാത്രമേ ഉള്ളൂ. അപ്പം അവളെ എടുത്തുകൊണ്ട് നമ്മൾ ബൈക്കിൽ പോകുന്ന റിസ്ക് അല്ലേ, ഒന്ന് തോന്നു നിന്നാലും നമ്മൾ വണ്ടിയിൽ പോകുന്ന റിസ്ക് അല്ലേ. അപ്പം അങ്ങനെ ഒരു ഇതിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളത് ക്യാൻസൽ ചെയ്ത്. ഇനി വൈകിട്ട് എന്തോ അവസ്ഥയെന്ന് അറിയത്തില്ല. വൈകിട്ട് മിക്കവാറും മഴയായിരിക്കും, കാരണം ഇന്നലെയും മഴയായിരുന്നു. അങ്ങനെ ഒരു ഇതാണ്. അങ്ങനെ പിന്നെ ഫുഡിൻ്റെ കാര്യം നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, നമുക്ക് പണി തന്ന് ഗ്യാസ് തീർന്നു. അത് നമ്മൾ മിനിഞ്ഞാന്ന് വിളിച്ച് ബുക്ക് ചെയ്തിരുന്നതായിരുന്നു. അപ്പം അതൊരു അങ്കിളാണ് കൊണ്ട് തരുന്നത്. ആ പുള്ളി വന്നില്ല. മിനിഞ്ഞാന്ന് അത് കൊണ്ടുവന്ന് ജസ്റ്റ് ഒരു കുമ്മണിയിൽ നിൽക്കുകയായിരുന്നു. അപ്പം നമുക്കത് പെട്ടെന്ന് തീർത്തിട്ട് കൊടുക്കാവുന്നേ ഉള്ളായിരുന്നു. അപ്പം അങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നമുക്കറിയില്ല അങ്ങനെ. അപ്പം മിനിഞ്ഞാന്ന് നമ്മൾ വിളിച്ചായിരുന്നു. അപ്പോൾ ആ പുള്ളി മിനിഞ്ഞാന്ന് വൈകിട്ട് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ എന്ന് വെച്ചാൽ മോളൂടി ഉള്ളതുകൊണ്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഗ്യാസ് കൂടി ഇല്ലെങ്കിൽ. അപ്പോൾ ആ അങ്കിളും വന്നില്ല, മിനിഞ്ഞാന്ന് വന്നില്ല. ഇന്നലെ പിന്നെ സൺഡേ അല്ലായിരുന്നോ, ഇനി വരുമോ എന്തോന്ന് അറിയത്തില്ല, കാരണം ഇന്ന് ദിവാലി അല്ലേ. അപ്പം ഓഫ് ആയിരിക്കും ചിലപ്പോൾ. അവർക്കതൊരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വിളിക്കണം. ഇപ്പോൾ സമയം ഒരു 7 മണി ആയതേ ഉള്ളൂ. പക്ഷേ നമുക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലേ. അപ്പം നമുക്ക് പക്ഷേ ഫുഡ് പ്രിപ്പയർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് കാപ്പി ഇഡ്ഡലി വെച്ചു കേട്ടോ. ഇഡ്ഡലി കുറച്ചേ എടുത്തിട്ടുള്ളൂ, കുറച്ച് തോനെ ഉണ്ടായിരുന്നു. അമ്മ അമ്മൂമ്മയുടെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം അവിടെ ആണെങ്കിലും അമ്മ ഈ അണ്ടിപ്പരിപ്പില്ലേ, അപ്പം വേറൊരു കമ്പനിയിൽ നിന്ന് അത് കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് അമ്മ അത് പൊളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ച് പറ്റത്തില്ല, കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒന്നാമത്തെ കാര്യം മഴയാകുമ്പോൾ ഭയങ്കര ഉറുമ്പും പിന്നെ ഇവളും കൂടി ഉള്ളതുകൊണ്ട് ഇച്ചിരി പാടാത് എടുത്ത് തിന്നുകൾ. അപ്പം അങ്ങനെ അമ്മ രാവിലെ കാപ്പിയൊക്കെ അരത്തിയിട്ട് അങ്ങോട്ട് പോയി. അപ്പം ഇന്നലെ തന്നെ ഞങ്ങൾ മീനുണ്ടായിരുന്നു, മീനെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പിന്നെ തോരനുണ്ട്, തോരൻ്റെ എല്ലാം ഇതാക്കി വെച്ചേക്കുക. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്ന് വെച്ചാൽ രാവിലെ നമുക്ക് ഇച്ചിരി പരിപ്പും പപ്പടം അങ്ങനെയൊക്കെ കൂട്ടി സദ്യയായിട്ട് ഇച്ചിരി കുറച്ച് കറികളൊക്കെ വെച്ചിട്ട് വെക്കാമെന്നായിരുന്നു. പക്ഷെ ഗ്യാസും തീർന്നത് കൊണ്ട് ആ ഇതും ക്യാൻസലായി. എന്ന് വെച്ചാൽ ഒരടുപ്പ് തന്നെ പിന്നെയും ഇങ്ങനെ ഊതി അത് കുഞ്ഞിനെയും കൂടി വെച്ചുകൊണ്ട് ഭയങ്കര പാടായിരിക്കും. അപ്പം അമ്മ പറഞ്ഞു, അമ്മ കാപ്പിയും കൊണ്ട് അമ്മൂമ്മയുടെ അങ്ങോട്ട് പോവാം, അമ്മ വൈകുന്നേരം അമ്മയുടെ വരത്തുള്ളൂ. ബാക്കി എന്താ പറയുന്നത്, ഫുഡെല്ലാം നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചേട്ടന് ഇന്ന് പോകണം. അപ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ജസ്റ്റ് ഒരടുപ്പിലിങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ ചോറ് ഇന്നലെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, രാത്രിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളപ്പിച്ചിട്ട് കൊടുക്കും. രാവിലെ വേവാൻ പാടാട്ടോ, ഭയങ്കര വേവുള്ള അരിയ. അപ്പോൾ രാവിലെ വേവാൻ പാടാം. അപ്പോൾ ഞാനത് തിളപ്പിച്ചൂറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് തിളപ്പിച്ചൂറ്റാൻ വെച്ചിട്ടുണ്ട്. ചോറ് താണ്ടേ. അപ്പം ഇത് എല്ലാം ഓക്കെ ആയി. പിന്നെ പാത്രം ഞാൻ കുറച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ തൊട്ട് വ്ലോഗ് എടുക്കണമെന്നായിരുന്നു വിചാരിച്ചു, എണീറ്റിടം തൊട്ട്. പക്ഷേ എണീറ്റപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കറണ്ട് പോയി വന്നും നിൽക്കും. ഇപ്പം ചെറുതായിട്ടൊരു വെയിലൊക്കെ വരുന്നുണ്ട്. പിന്നെ കറണ്ട് വന്നുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പം ഒരു ഇൻട്രോ വീഡിയോ എടുത്തത്. പിന്നെ കുറച്ച് പാത്രം കൂടി ഉണ്ട് കഴുകാൻ, ഞാൻ കാണിക്കുന്നില്ല അത്. പിന്നെ നമുക്ക് തോരനുള്ളത് ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉണ്ടായിരുന്നു. പിന്നെ മീന് കണ്ടോ, മത്തി കേട്ടോ, മത്തി അത് ഇന്നലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരു പുളിശ്ശേരിയും കൂടെ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നും ഇനിയിപ്പോൾ അല്ലാതെ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഗ്യാസ് എന്തായാലും ഉച്ചയൊന്നും ആകുമ്പോൾ വരത്തില്ല, വൈകുന്നേരം ആവും വരാൻ. അപ്പോൾ ഇനി അപ്പോഴത്തേക്ക് പരിപ്പും ഒക്കെ ഉണ്ടാക്കുന്നത് നടക്കുന്ന പരിപാടിയല്ല. അപ്പം അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും നല്ല വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.
എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ പരാതികളോ അല്ല എന്തെങ്കിലും സജഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എന്നിട്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ചാനൽ സബ്സ്ക്രൈബ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരി കഴുകിയിട്ട് അരി അടുപ്പിലിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അമ്മൂമ്മയുടെ അങ്ങോട്ട് പോയതുകൊണ്ട് രാവിലെ എന്താ പറയുന്നത് അരി വെക്കണം. അപ്പോൾ ചേട്ടന് കൊണ്ടുവരാനുള്ള ചോറ് തലേന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളപ്പിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രം ഉണ്ടായിരുന്ന പാത്രവും എല്ലാം കഴുകി. അപ്പം ഞാൻ ഇതിനകത്ത് സ്പീഡ് കൂട്ടിയപ്പോൾ ഞാൻ ആലോചിച്ചു കേട്ടോ, ദൈവമേ ഇതുപോലെ എത്രയും സ്പീഡിൽ നമുക്ക് പാത്രം കഴുകാൻ പറ്റിയിരുന്നെങ്കിൽ. മനുഷ്യ ഭയങ്കര എളുപ്പമല്ലേ, പടപടാന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ നടക്കത്തില്ല എന്നാലും ഓക്കെ. അപ്പോൾ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് തോരനും എല്ലാം റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എന്താ പറയുന്നത് പ്രശ്നമെന്നല്ല, ഫോൾട്ട് സംഭവിക്കും. ഞാൻ വിചാരിച്ചു എന്താ കുക്ക് ചെയ്യുന്ന വീഡിയോ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ബാക്കിയുള്ള ദീപാവലിയുടെ ഇതെല്ലാം എടുക്കണമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര മഴയുടെ ഇതും കാര്യങ്ങളെല്ലാം. ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പം മഴയില്ല, പിന്നെ മഴയങ്ങ് പോയി. അത് കഴിഞ്ഞ് വീഡിയോ കുക്ക് ചെയ്യുന്നതെല്ലാം ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഉണ്ട് മോൾ എണ്ണീറ്റ് പിന്നെ അവളെ ഉറക്കാനും പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കാനും അതൊരു ചടങ്ങാണ്. ഫുഡ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എന്താ, അവൾക്ക് ഫോൺ വെച്ച് കൊടുത്തിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കത്തുള്ളൂ, ഭയങ്കര മടിയാണ്. അപ്പോൾ എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഇതിനിടയ്ക്ക് ഈ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പെരക്കാൻ തൂക്കുക, വേറെ പണി എന്താ കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് തുണി കഴുകുക. തുണി അങ്ങനെ തോനെയൊന്നുമില്ല, ചേട്ടൻ ഇന്നലെ കടയിട്ടുകൊണ്ട് പോയ തുണി, പിന്നെ കുഞ്ഞിൻ്റെ കുറച്ച് എക്സ്ട്രാ 3-4 തുണി കാണും, അതും പിന്നെ എൻ്റെ ഡ്രസ്സും അതെല്ലാം കൂടി ഒന്ന് കഴുകിയിടുക, അത്രേ ഉള്ളൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വേറെ എങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവിടെ കൂടിയിരുന്ന് കളിക്കുക, പിന്നെ അവളെ ഉറക്കുക, പിന്നെ കുറച്ച് നേരം ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഒരു കാര്യം, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 100% നമുക്ക് കമൻറ്റിൽ പറയാം കേട്ടോ. എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങൾക്ക് വ്ളോഗ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്തത്. പക്ഷേ ഞാൻ ഇച്ചിരി പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തു, അത് ചീറ്റിപ്പോയി. പക്ഷേ ഇനി വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമുക്ക് ഇതായിട്ട് എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ക്യാബേജിനുള്ളത് അടുപ്പത്ത് വെച്ചിട്ട് റെഡിയാക്കുന്നതാണ്. പക്ഷെ പണ്ടൊക്കെ ആണെങ്കിലേ ഞാൻ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ പണ്ട് ഗ്യാസ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം ഇങ്ങോട്ട് കയറി വരുമ്പോഴേ അമ്മൂമ്മ മറ്റേ അടുപ്പിൽ ചൂട്ടൊക്കെ വെച്ചിട്ട് ചായ അനത്തുന്നത്. എനിക്ക് എപ്പോൾ ഗ്യാസ് തീർന്നാലും അടുപ്പിൽ വെക്കുമ്പോൾ എപ്പോഴും എനിക്ക് ആ ഒരു ഇതാട്ടോ ഓർമ്മ. എന്തൊരു മണ്ണെണ്ണയുടെ സ്മെല്ലും ചായയുടെ ആ ഒരു ഇതും ചൂട്ടിൻ്റെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു നെക്സ്റ്റ് ഓർമ്മ വരും. അങ്ങനെ അരിയെല്ലാം അടച്ചിട്ടു, നമുക്ക് അന്നത്തേക്ക് വേണ്ട അരിയെല്ലാം അടച്ചിട്ടു, തേങ്ങ എല്ലാം തിരുമ്മി. ഇനി മോരുകറിയും കൂടി ഉണ്ടാക്കണം, മീനും കൂടി വറക്കണം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഒരാൾ എണ്ണീറ്റ് അവിടെ കിടന്ന് ബോബിയേ നടന്ന് വിളിയാട്ടോ. അപ്പം അയാളെ ഒന്ന് സെറ്റ് ചെയ്ത് അച്ഛൻ്റെ മുറിയിലോട്ട് കിടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഇതെന്ന് വെച്ചാൽ ക്യാബേജ് തോരൻ്റെ അരപ്പിന് വേണ്ടിയിട്ടുള്ള കേട്ടോ. പക്ഷെ ഞാൻ വെച്ച സാധനം മറന്നു പോകും, അതാണ് ഞാനിങ്ങനെ ഇടന്ന് തപ്പുന്നത്. അപ്പം അതിൻ്റെ അരപ്പും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ മീനിൻ്റെ അരപ്പും കാര്യങ്ങളുമൊക്കെ ജസ്റ്റ് ഒന്ന് പുരട്ടി വെക്കുക, മസാല പുരട്ടി വെക്കുക. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു കേട്ടോ. പുളിശ്ശേരി കൂടി അരച്ച് കഴിഞ്ഞാൽ തീർന്നു കേട്ടോ. അപ്പം പിന്നെന്താ പറയുന്നത്, പിന്നെ എനിക്ക് ക്ലീനിങ്ങും ആ ഒരു പ്രോസസ്സേ ഉള്ളൂ. അപ്പോൾ ഇവക്കാണെങ്കിൽ ഞാൻ അപ്പുറത്തെ അച്ഛൻ്റെ മുറി കൊണ്ട് കിടത്തിയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ എണ്ണീക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജീരകം ഇടാൻ മറന്നുപോയി, അതാണ് ഞാൻ തലയ്ക്ക് കൈവച്ചത്. പിന്നെന്താ, അപ്പം അടുപ്പിലെല്ലാം അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, ഉണങ്ങിയ വിറവായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമുക്ക് അത്യാവശ്യം വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താ പറയുന്നത്, കറക്റ്റ് ഇതാവുമ്പോഴേക്ക് എനിക്ക് എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കരിഞ്ഞു പോകാറുണ്ട് കേട്ടോ. പക്ഷെ ഞാനങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ കൂടെ നിന്ന് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ, അപ്പോൾ കരിയാതിരിക്കാൻ. അങ്ങനെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ദീപാവലി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഇച്ചിരി അടിപൊളിയായിട്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞില്ലേ ചാനലൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ വർഷത്തെ ദീപാവലി ഇങ്ങനെ ആയിപ്പോയി. നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ, അടുത്ത വർഷം നമുക്ക് പക്കയാക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് അവൾ എണ്ണീറ്റിട്ട് എന്നെ കിടന്ന് വിളിയുക. അപ്പോൾ ഞാൻ അവളെ എടുക്കാൻ പോയതാണേ. അപ്പോൾ തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇത് അച്ഛൻ്റെ മുറിയിലാണ് കേട്ടോ. അപ്പം ഇവിടുന്ന് ഞങ്ങളുടെ റൂം കാണിച്ചു തരാവേ. ഞങ്ങളുടെ റൂമിൽ ചേട്ടൻ കിടന്ന് നല്ല ഉറക്കമാണ്. അതിനകത്ത് കൊതുവല ഇട്ടിട്ടുണ്ട്, മോളുള്ളത് കൊണ്ടാണ് കേട്ടോ കൊതുവല ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഇവളെ എണ്ണീറ്റത് കൊണ്ട് ഇനി അതിനകത്ത് കിടക്കത്തില്ല, അപ്പം അപ്പുറത്തോട്ട് മാറ്റി കിടത്തിക്കോ കേട്ടോ. അപ്പം ഇനി ഈ നവംബർ എന്ന് പറയാമല്ലോ, നവംബറിൽ 18-ന് മോടെ ബർത്ത്ഡേ ആട്ടോ. അതിന് അടിപൊളി വ്ളോഗായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. എല്ലാം ഒരു ഇതുപോലും വിടാതെ എല്ലാം വ്ളോഗായിട്ട് ചെയ്യാം കേട്ടോ. ഇത് ദീപാവലിയുടെ തലേന്നത്തെ രാത്രിയിലത്തെ വീഡിയോ കേട്ടോ. അവൾക്ക് പടക്കം പൊട്ടിക്കണമെന്നുണ്ട്. അപ്പോൾ അത് പടക്കമായിട്ടല്ല, എന്താ പറയുന്നത്, ഇങ്ങനെ പൂത്തിരിയും ഇതിൻ്റെ ഒന്നും എനിക്ക് പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം വേണമെന്ന് പറഞ്ഞപ്പം
അങ്ങനെ വേണമെന്നല്ല, അവൾക്ക് ആഗ്രഹം ഇങ്ങനെ ഓരോന്ന് ഫോട്ടോ ഒക്കെ കണ്ടപ്പോഴേ, അപ്പോൾ അങ്ങനെ കാണണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് ഇതിപ്പോൾ സമയം ഏതാണ്ട് രാത്രി 10-11 ഒക്കെ ആയി. അവളെ ഉറക്കത്തിൽ നിന്ന് കുത്തിപ്പൊക്കി എണ്ണീപ്പിച്ചിട്ടാട്ടോ ഇതെല്ലാം കാണിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള റോക്കറ്റില്ലേ മേളിൽ പോയി പൊട്ടുന്നത്, അപ്പോൾ ആ ഐറ്റവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് എടുക്കാൻ ഞങ്ങൾ റെഡി ആയിട്ട് കുപ്പിയൊക്കെ എടുത്ത് വെച്ച് പൊട്ടിക്കാൻ അങ്ങോട്ട് ഇതായി വന്നപ്പോഴത്തേക്ക് എന്തോ ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ. അപ്പോഴേ അവൾ അയ്യോ എന്നും പറഞ്ഞങ്ങ് കിടന്ന്. ആ മേളിൽ ചെന്നിൽ പൊട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എന്താ പറയുന്നത്, റോക്കറ്റോ അങ്ങനെ എന്താ പറയുന്നത്. അപ്പം അത് ഇതായിപ്പോയി കേട്ടോ, ഇച്ചിരി ചീറ്റിപ്പോയി. അപ്പോൾ അത് പിറ്റേ ദിവസം പൊട്ടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ല. അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ വലിയ പടക്കമൊന്നും അങ്ങനെ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ആ പുകയും അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറി നിന്നിട്ടാണ് അല്ല ഇത് ചെയ്യുന്നത്. പുറത്ത് നിന്നും കൂടി പൊട്ടിച്ചോണ്ടേ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് ഉറക്കപ്പിച്ച കേട്ടോ. ഭയങ്കര ക്ഷീണത്തിൽ കിടക്കും. പക്ഷേ ഇതൊരു അബദ്ധമായിപ്പോയി കേട്ടോ. ഉറക്കപ്പിച്ചെന്ന് എണ്ണീറ്റ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം ഏതാണ്ട് ഉറങ്ങിയപ്പോൾ ഒരു 2-2:30 കേട്ടോ. ഉറക്കപ്പിച്ചലിരിക്കുക കേട്ടോ. പക്ഷെ എന്നാലും പുള്ളിക്കാരിക്ക് പാപ്പവും പടക്കവും എല്ലാം വേണം, ഇങ്ങനെ കാണണമെന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുക. ഭയങ്കര മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര മഴയെന്ന് വെച്ചാൽ കൊല്ലാനും ഇടിയൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക കേട്ടോ. ബോബി അനന്തു എന്നാണ്, ഇല്ല ഇറ്റ്സ് മീ ബോബി എന്ന് അടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ